സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈ എസ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ലേണിഫൈൻ്റെ ഇംഗ്ലീഷ് പ്രഡിക്ഷൻ. സോ നമ്മൾ മാത്സിനെ പ്രഡിക്റ്റ് നടത്തുന്നു. അതിൽ ഏകദേശം ഒരു 100-ൽ ഒരു 70% ഷുവർ ആയിട്ട് വന്നത് നമ്മൾ അവസാന നിമിഷത്തിട്ട ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവരും ചെയ്തു വിചാരിക്കാൻ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 50 പ്ലസ് 15 പ്ലസ് ഷുവർ, അതായത് 50 പ്ലസ് അതായത് 50+ മാർക്കാണ് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ നേടാൻ പോകുന്നത്. സോ 100% ഷുവർ ലേണിംഗ് പ്രിഡിക്ഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ടൈം നോക്കാം. സോ 50 മാർക്കാണ് നമ്മൾ ടാർഗറ്റ്. 50 മാർക്കിൽ അധികമാണ്. സോ ഒന്നാമതായി നോക്കാം, നമുക്ക് പോയം ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കുകയാണെങ്കിൽ അത് 100% നമുക്ക് ഉറപ്പായി കാണപ്പെടുന്നത് പോയട്രിയിൽ നിന്നായിരിക്കും. 100% കാണപ്പെടുന്നത് പോയട്രി എന്ന കവിതയിൽ നിന്നായിരിക്കും, അല്ലെ പോയട്രി എന്ന കവിതയിൽ നിന്നായിരിക്കും 100% നമുക്ക് ഷുവർ ആയിട്ട് കാണപ്പെടുന്നത്. ദെൻ രണ്ടാമത് അപ്രിസിയേഷൻ നോക്കുകയാണെങ്കിൽ പലർക്കും ഡൗട്ട് ഉണ്ട്. സോ അപ്രിസിയേഷൻ ഒരു ഡൗട്ടും വേണ്ട. അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗിൽലിഗൺ എന്നതിൽ 99% ഷുവർ ആണ്. പക്ഷെ ബാക്കി ഒരു പെർസെൻറ്റേജ് എവിടെ സാർ? 99% ഷുവർ. ബാക്കി ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗിലെ ഫസ്റ്റ് ടൈമിൽ അതായിരിക്കും അപ്രിസിയേഷൻ എന്ന കാര്യത്തില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇതിൽ ഈ സ്ലൈഡിൽ ഒരുപാട് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കാതെ, നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. റൈറ്റ് അപ്പിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 100% ഉറപ്പായി കാണപ്പെടുന്നത് ദ നെവർ നെസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. സോ 100% ഷുവറായി കാണപ്പെടുന്നത് നമ്മുടെ ദ നെവർ നെസ്റ്റ് എന്ന ചാപ്റ്ററിലെ റൈറ്റ് അപ്പ് ആയിരിക്കാം. ദെൻ നെക്സ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ 100% ഷുവറായി കാണപ്പെടുന്നത് പ്രോജക്ട് ടൈഗറിൽ നിന്നായിരിക്കും. അതായത് നമ്മുടെ ആ ടൈഗർ പുറത്തേക്ക് ഇറങ്ങൂലേ, ടൈഗർ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഇൻസിഡന്റ് ആയിരിക്കും എന്ത് 100% ഷുവർ ആയിട്ട് ഇവിടെ പ്രോജക്ട് ടൈഗറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വേണം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇൻ എ ബാൻ ട്രിയോ, അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നിവയിൽ നിന്നൊക്കെ ചോദിക്കാം. പക്ഷേ 100% ഷുവർ ആയി കാണപ്പെടുന്നത് നമ്മുടെ പ്രോജക്ട് ടൈഗറിൽ നിന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് നോക്കാം. അടുത്തത് സ്പീച്ച് നോക്കുകയാണെങ്കിൽ 100% ഷുവർ ആയി കിടക്കുന്നത് ഏതായിരിക്കും? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നതിൽ നിന്നാണ്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? 100% സ്പീച്ചിന്റെ കാര്യം നോക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം. ഡയറിയുടെ കേസിലാണ് 3 ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് മൈ സിസ്റ്റേഴ്സ് ഷൂ, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നിവയാണ്. അപ്പോൾ ഡയറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. ഡയറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 100% ഷുവറായി കാണപ്പെടുന്നത് ഏതാണ്? സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ്. ഇത് ML പ്രഡിക്ഷൻ ആണ്. ML ലേണിഫൈൻ്റെ പ്രഡിക്ഷൻ ആണ്. സോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1K അടുക്കാനായി നമ്മൾ ഏകദേശം കുറച്ച് സപ്പോർട്ട് മതി, നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം. അടുത്തത് ക്യാരക്ടർ സ്കെച്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. 100% പഠിച്ചോ. ജാക്ക് എന്നതിലെ ദ നെവർ നെസ്റ്റ് എന്ന ചാപ്റ്ററിലെ കഥാപാത്രമായ ജാക്കിനെ ആയിരിക്കും എന്ത് ചെയ്യുക? ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ വളരെയധികം സാധ്യത കാണപ്പെടുന്നത്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ആരെയാണ്? ഇദ്ദേഹത്തെയാണ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് ഒന്നും നോക്കാനില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അത് 100% ചോദിക്കാതെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നിവയിൽ നിന്നായിരിക്കും. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നിവയിൽ നിന്നായിരിക്കും. ദെൻ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നരേറ്റീവ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 100% ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി ആണ്. പഠിച്ചോ, 100% ആണ്. സോ ഇസ് ML പ്രഡിക്ഷൻ. നിങ്ങൾക്ക് ഇത് സോ ലാസ്റ്റ് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഈ പ്രഡിക്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ എന്തിടണം? ML എന്നിട്ട് കേട്ടോ. ML, അതായത് ML എന്ന നമ്മളൊരു കോഡാണ്. ആ ഒരു കോഡ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നമ്മൾ 1K ടാർഗറ്റിൽ എത്താറായി. 1K എന്നതിൻ്റെ ആ ഒരു ക്രോസിൽ എത്താറായിട്ടുണ്ട്. 1K എത്താറായിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് 1K ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രോസ് ചെയ്യാം. മാക്സിമം ആളുകളിൽ ഷെയർ ചെയ്യാം. 1K സബ്സ്ക്രൈബേഴ്സ് എന്നാവുന്ന ഒന്ന് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യും. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ 50 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നു. സോ പഠിച്ചോളൂ.